നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ആ പഴയ വീടിനെ ഇങ്ങനെ അതിന്റെ ട്രഡീഷന്റെ റിച്ച്നെസ് ഒന്നും പോവാതെ ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓടിടാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ റിനോവേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. മച്ച് നിലനിർത്തിക്കൊണ്ട് പണിയാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചില പരിമിതികളുണ്ട്. ഇവിടെ ഒരു മതിലുണ്ടായിരുന്ന പോർഷനാണ്. അതാണ് ഇവിടുത്തെ സ്ട്രക്ചറും ഇവിടുത്തെ തിലാത്തിൻ്റെ സ്ട്രക്ചറും മാറി നിൽക്കുന്നത്. നേരത്തെ ഈ വാൾ മുതൽ ഈ വാൾ വരെയുള്ള ചെറിയൊരു മുറിയാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കൂടി ചേർത്തിട്ട് നമ്മളിപ്പോൾ വലിയ മുറികൾ ഉണ്ടാക്കിയിരിക്കുക. അതേപോലെ മച്ചിൻ്റെ പുറത്തായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്പേസ് ഒക്കെ തന്നെയാണ്. പക്ഷേ അത് നമ്മളിവിടെ ഇതൊരു സിറ്റ് ഔട്ടായിരുന്നു. അത് ബെഡ്റൂമിനകത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ കോൺക്രീറ്റിൻ്റെ റൂഫ് കുറച്ച് വേണ്ടി വന്നു. ആ റൂഫിൻ്റെ സ്ട്രക്ചറിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബീമൊക്കെ കൊടുത്തത്. കണ്ട കുറേ വാൾസൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റി. ഒരുപാട് വാൾസ് നമ്മൾ പുതിയത് ചെയ്യേണ്ടി വന്നു. നേരത്തെ ഈ വീതിയിൽ ഒരു ചെറിയ മുറി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ ഒരു മുറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുറിക്ക് ഒട്ടും വെളിച്ചുണ്ടായില്ല. അതുകൊണ്ട് ആ രണ്ട് മുറിയും കൂടി ചേർത്തിട്ട് നമ്മൾ വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാക്കി മാറ്റി. അപ്പോൾ എന്തായി, കുറേ പോർഷനിൽ നമുക്ക് മച്ചൊക്കെ ഉണ്ട്, കുറേ പോർഷനിൽ നമ്മൾ ഫാൾ സീലിംഗ് വെച്ച് ഒപ്പിക്കും. ഇവിടെ നിന്ന് ഒരു കോർട്ട്യാർഡ് ലൈക്ക് സ്പേസ് ആയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യണം. ഇവിടെയും കുറേ വാൾസൊക്കെ നമുക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്. ഈ കോണി ഇവിടെ നിന്ന് കളയൂട്ടാ, ഇത് റൂമിൻ്റെ ഭാഗമായി. ആ ഡ്രസ്സിൻ്റെയൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ പില്ലേഴ്സ്. വാൾസിൻ്റെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ് ഇവിടെയും പില്ലർ ഇട്ടിട്ടുണ്ട്. ഈ പില്ലേഴ്സൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് കുറേയേറെ പഴയ വാൾസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് കോൺക്രീറ്റ് റൂഫ് കൊടുത്തിട്ടുള്ളതിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കൊക്കെ വയ്ക്കാൻ നമുക്ക് സൗകര്യം ഉണ്ടാവും നല്ല രീതിയിൽ. എലിവേഷൻ സംബന്ധിച്ചെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനൊരു ഫ്ലാറ്റ് പോർഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ റൂഫ് പ്രോപ്പറായിട്ട് നമുക്ക് ലേ ഔട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഴയ ഓട് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ട്രസ്സിൽ ഓട് റേഡ് ചെയ്തിരിക്കുന്നത്. ഇനി സീലിംഗ് വരാനുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പോർഷൻ കോൺക്രീറ്റ് എടുത്തപ്പോഴേ അതിൻ്റെ റൂഫ് സ്ട്രക്ചർ ഭംഗിയായിട്ട് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺക്രീറ്റ് പോർഷൻ്റെ പുറത്ത് സോളാർ പവറൊക്കെ വെക്കാൻ പറ്റും. ഇവിടുത്തെ കുറച്ച് ഓടുകൾ മാറ്റിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ ഒരു കോട്ടയാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് വന്നിട്ടില്ല സാധനം. ഇവിടെ നമുക്കൊരു ഇടഭിത്തി ഉണ്ടായിരുന്നത് കട്ട് ചെയ്തപ്പോൾ മച്ചിൻ്റെ ലേ ഔട്ട് കംഫർട്ടബിളായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ സപ്പോർട്ട് കൊടുത്തേക്കാണ്. ഇങ്ങനെ സ്റ്റീലിൻ്റെ സപ്പോർട്ട് കൊടുത്തത് നിർത്തിയേക്കാണ്. പഴയ മച്ച് തന്നെ, അതുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ മച്ചും ബാക്കി ഫാൾ സീലിംഗ് എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഡിഫറെൻറ്റ് കോമ്പിനേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. പഴയൊരു തറവാട്ട് വീടിനെ അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേണൈസ് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ വീടിൻ്റെ അകത്തേക്ക് കിച്ചൻ്റെ കൗണ്ടറായിട്ട് നിൽക്കുകയായിരുന്നു ഈ കിണർ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഫ്ലോർ ലെവലിലേക്ക് ആക്കിയിട്ട് കിച്ചൺ കൗണ്ടർ കുറച്ച് ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ്ഫുള്ളായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പഴയ വീടിന് പുതിയ മുഖം. റിപ്പയർ കൊച്ചി ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും, അതുകൂടാതെ കർണാടകത്തിലും വിശാഖപട്ടണത്തും ഉണ്ട്. നന്ദി ആർക്കിടെക്ചർ.